ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് പോകുവാണ്. കുറച്ച് ദൂരം ജീപ്പിൽ ഓഫ് റോഡ് യാത്ര ചെയ്ത് വേണം ഈ റിസോർട്ടിലേക്ക് എത്താൻ. ഇതൊരു റിസോർട്ട് ഫുള്ള് ഒരു 28 ഏക്കറാണ് മൊത്തം. നമ്മളിപ്പം നിൽക്കുന്നത് ഒരു 6000 ഫീറ്റ് എബോവ് ഫ്രം സീ ലെവലാണ്. പിന്നെ അതിൽ ഈ ചെമ്പരത്തിയുടെ അതിൽ ഈ റിസപ്ഷൻ്റെ ബാക്ക് സൈഡിലേക്ക് അതെ, ഇത് രണ്ടും വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് തനിയെ പോകാം, എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ നമ്മൾ റിസപ്ഷനിലെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്റ്റേ ഇപ്പോൾ ഇവിടെ ട്രീ ഹൗസിലാണ്. ഇപ്പോൾ റൂമൊക്കെ കണ്ടല്ലോ. റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ടീ സ്നാക്സ് കഴിക്കാൻ വേണ്ടി അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇവരുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് നടക്കുവാണ്. നമ്മളിവരുടെ ഹണിമൂൺ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പാക്കേജിൻ്റെ പാർട്ടായിട്ട് തന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും കേക്ക് കട്ടിങ്ങും കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ ഇതിൻ്റെ പാർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ റിസോർട്ടൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ദൂരം നടന്ന് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്നലെ സൺസെറ്റ് കാണാൻ പോയതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു കാട് പോലെയുള്ളൊരു സ്ഥലമാണ്. ഒരു പാറക്കെട്ടിലേക്ക് കയറി കുറച്ച് പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് റിസോർട്ടിനകത്ത് തന്നെ ഇവരുടെ മെയിൻ ബിൽഡിങ്ങുകളുടെ നടുക്ക് തന്നെയുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമുക്കിരിക്കാനൊരു ഷെൽട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയും ഇവർ പ്രോപ്പറായിട്ട് രണ്ട് സൈഡിലും ചെടിയൊക്കെ നട്ട് സ്റ്റെപ്പൊക്കെ വെട്ടി ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർക്ക് ട്രീ ഹൗസ് മാത്രമല്ല ഉള്ളത്, ഇവർ ടെൻറ്റ് അക്കോമഡേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ചെറിയ ടെൻ്റ് അല്ല, ഒരു പെർമനൻറ്റ് രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളൊരു ടെൻ്റാണ്. അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം അവരതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ടെൻറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻറ്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ കാണുന്ന മനോഹരമായ വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. വന്ന പോലെ തന്നെ ജീപ്പിൽ ഓഫ് റോഡ് ചെയ്ത് വേണം നമുക്ക് ടൗണിലേക്ക് എത്താൻ. അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഓർമ്മകളുമായി ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.